ഒടുവിൽ അത് സംഭവിച്ചു. ഞാനിവിടെ ഇരിപ്പായതുകൊണ്ട് ഒന്നും നടക്കില്ല എന്ന വീരവാദം മുഴക്കി രാജ്ഭവന്റെ മുന്നിലൂടെ തലയുയർത്തി നടന്നിരുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ. കാരണം ആ മുഖം ഇനി ചരിത്രമാണ്. അതെ, പത്തി മടക്കി വാലും ചുരുട്ടി ഒടുവിൽ ഗവൺമെന്റിന്റെ മുന്നിൽ മുട്ടുകുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. ഗവർണറുമായി ഉടക്കി നിന്നാൽ പണി പാളുമെന്ന് കണ്ടപ്പോൾ താൻ അത്രയും കാലം എതിർത്ത സിസ തോമസിനെ തന്നെ VC ആയി വാഴിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. ഇതൊരു ഒത്തുതീർപ്പാണോ അതോ ഗതികേടാണോ? ഈ വലിയ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? വിശദമായി പരിശോധിക്കാം. എന്തിനായിരുന്നു ആ വമ്പൻ ഡയലോഗുകൾ? ആരെ കാണിക്കാനായിരുന്നു ആ പേടിപ്പിക്കൽ? ഒടുവിൽ താൻ വെറുത്തിരുന്ന, താൻ പുറത്താക്കാൻ നോക്കിയ സിസ തോമസിനെ തന്നെ വൈസ് ചാൻസലറായി അംഗീകരിക്കേണ്ടി വന്ന മുഖ്യമന്ത്രിയുടെ ആ ഗതികേടിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കണം? രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ യൂട്ടേൺ എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്കൊന്ന് പിന്നിലേക്ക് നോക്കാം. സാങ്കേതിക സർവകലാശാല VC ആയി സിസ തോമസ് വന്നപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? സിസ തോമസിനെ VC കസേരയിൽ ഇരിക്കാൻ സമ്മതിക്കില്ലെന്ന് ശപഥം ചെയ്ത മുഖ്യമന്ത്രി അവരെ തടയാൻ SFI-കാരെ തെരുവിലിറക്കി. പോരാത്തതിന് സിസയുടെ നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് സുപ്രീം കോടതി വരെ പോയി. എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? ആ സിസ തോമസ് തന്നെ മതിയെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു. സിസ തോമസിനെ നിയമിക്കുന്നതിൽ തനിക്ക് ഒരു എതിർപ്പുമില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരിക്കുകയാണ്. പണ്ട് സിസയെ അപമാനിച്ച മന്ത്രിമാരായ P രാജീവനും R ബിന്ദുവും ഇപ്പോൾ മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രിയുടെ ഈ മലക്കം മറിയൽ കണ്ട അന്ന് തെരുവിൽ അലമ്പുണ്ടാക്കിയ സഖാക്കൾ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ രഹസ്യം മറ്റൊന്നുമല്ല, അടുത്തിടെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി തന്നെ. ജനം കൈവിട്ടു എന്ന് ബോധ്യമായതോടെ മുഖ്യമന്ത്രിയുടെ ആ പഴയ അഹങ്കാരമെല്ലാം പമ്പ കടന്നു. ഇനി ഗവർണറോട് പോരാടി സമയം കളഞ്ഞാൽ ബാക്കിയുള്ള വോട്ടും കൂടി പോകുമെന്ന് ബുദ്ധിമാനായ മുഖ്യന് മനസ്സിലായി. ജനവിധിക്ക് മുന്നിൽ വിറച്ചു നിൽക്കുന്ന പിണറായിക്ക് ഇപ്പോൾ ഒത്തുതീർപ്പുകളല്ലാതെ മറ്റു വഴികളില്ല. ആദർശവും നട്ടെല്ലും പണയം വെച്ചാണെങ്കിലും അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് അദ്ദേഹം. അതിന്റെ ഭാഗമായാണ് ഈ VC കച്ചവടം അരങ്ങേറിയിരിക്കുന്നത്. പണ്ട് പറഞ്ഞതൊക്കെ വിഴുങ്ങി ഇപ്പോൾ ഗവർണറുടെ മുന്നിൽ വിനയത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഒന്ന് ചോദിക്കാൻ തോന്നും, അന്ന് അത്രയ്ക്കും ആവേശം കാണിച്ചത് എന്തിനായിരുന്നു? ജനവിധിക്ക് മുന്നിൽ വിറച്ചു നിൽക്കുന്ന പിണറായി വിജയന് ഇപ്പോൾ ഒത്തുതീർപ്പുകളല്ലാതെ മറ്റു വഴികളില്ല. ആദർശവും നട്ടെല്ലും പണയം വെച്ചാണെങ്കിലും അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് അദ്ദേഹം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ അത് നടക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി തുടങ്ങി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ ആ മറുപടിയിൽ മുഖ്യമന്ത്രി ശരിക്കും വിറച്ചുപോയി എന്നതാണ് സത്യം. അണികളെ തെരുവിലിറക്കി നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി സിസ തോമസിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ അപമാനിച്ചു നടന്നാൽ ഇനി വോട്ട് കിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പണ്ട് സിംഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ ഇന്ന് വെറും പൂച്ചക്കുട്ടികളെ പോലെ രാജ്ഭവന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നത്. ജനവിധി അനുകൂലമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? ഒരിക്കലുമില്ല. അന്നും ഇന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടത് അധികാരം മാത്രമാണ്. അതിനുവേണ്ടി ആരെയും തള്ളിപ്പറയാനും ആരുടെ കാല് പിടിക്കാനും അദ്ദേഹം തയ്യാറാണെന്ന് ഈ സിസ തോമസ് സംഭവം തെളിയിച്ചിരിക്കുകയാണ്. ഈ നാടകത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നോ? ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധി പറയാൻ ഒരുങ്ങുകയാണ്. ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ സജി ഗോപിനാഥിനെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാൻ മുഖ്യമന്ത്രി പരമാവധി ശ്രമിച്ചു. സിസ തോമസിനെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനും നോക്കി. എന്നാൽ സുപ്രീം കോടതി ഈ മാസം 18-ന് വിധി പറയാനിരിക്കെ അതിന് തൊട്ടു മുമ്പ് ഇങ്ങനെയൊരു ഒത്തുതീർപ്പുണ്ടാക്കിയത് കോടതിയെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? വിധി തങ്ങൾക്ക് എതിരാകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുട്ടുമടക്കി സമ്മതിച്ചു എന്ന് വരുത്തി തീർത്ത് മാനം രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. പക്ഷേ സുപ്രീം കോടതി ഈ കള്ളക്കളി അംഗീകരിക്കുമോ? ജസ്റ്റിസ് JB പർദിവാലയുടെയും KV വിശ്വനാഥിന്റെയും ബെഞ്ചിന് മുന്നിൽ ഈ ഒത്തുകളി പച്ച തൊടുമോ എന്ന് കണ്ടറിയാം. മന്ത്രിമാരെ വിട്ട് കളിപ്പിച്ചു, ഒടുവിൽ തോറ്റു. ഇതാണ് അവസ്ഥ. ആദ്യം മന്ത്രിമാരായ P രാജീവിനെയും R ബിന്ദുവിനെയും വിട്ട ഗവർണറെ സ്വാധീനിക്കാൻ നോക്കി. അന്ന് സിസ തോമസിന്റെ പേര് കേട്ടപ്പോൾ അവർ മുഖം തിരിച്ചു. പക്ഷേ ആ കളി പരാജയപ്പെട്ടതോടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. ക്രിസ്മസ് വിരുന്നിന് ക്ഷണിക്കാൻ എന്ന പേരിൽ രാജ്ഭവനിലെത്തി VC നിയമന കരാറിൽ ഒപ്പിട്ടു. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ VC കസേരകൾക്ക് വേണ്ടി ലേലം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സജി ഗോപിനാഥിനെ എങ്ങനെയെങ്കിലും VC ആക്കാൻ വേണ്ടി സിസ തോമസിനെ അംഗീകരിക്കേണ്ടി വന്ന മുഖ്യമന്ത്രിയുടെ ആ അവസ്ഥയാണിത്. പത്തി മടക്കി നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയാണോ നമ്മൾ നവോത്ഥാന നായകൻ എന്ന് വിളിക്കേണ്ടത്? വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു എന്ന് ആക്ഷേപിച്ചവർ ഇപ്പോൾ ഗവർണറുടെ കാൽക്കൽ വീഴുന്നത് കാണുമ്പോൾ സഖാക്കൾ പോലും അന്തം വിട്ടിരിക്കുകയാണ്. മുമ്പ് P രാജീവും R ബിന്ദുവും ഗവർണറെ കണ്ട് ചർച്ച നടത്തി തോറ്റു മടങ്ങിയപ്പോൾ അവരെ അയച്ചത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു.
അന്ന് സിസ തോമസിനെ അംഗീകരിക്കില്ലെന്ന് കടുപ്പിച്ച് പറഞ്ഞവർ ഇന്ന് അതേ സിസയുടെ മുന്നിൽ മുട്ടുമടക്കുന്നു. ഇതിലും വലിയൊരു രാഷ്ട്രീയ തമാശ വേറെയുണ്ടോ? മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് വെയിലത്ത് നിന്ന് സിസ തോമസിനെ തടഞ്ഞ ആ പാവം അണികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സിസ തോമസ് ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ചവർക്ക് ഇന്ന് സിസ തോമസ് വെൽക്കം എന്ന് വിളിക്കേണ്ടി വരുന്നു. അണികളെ വെറും വിഡ്ഢികളാക്കി മാറ്റി. നേതാക്കൾ രാജ്ഭവനിൽ പോയി ഒത്തുതീർപ്പ് നടത്തുന്നു. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വരെ വിളിച്ചു കൂട്ടിയ വീരനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അന്ന് നിയമസഭയിൽ മുഴങ്ങിയ ആ സിംഹഗർജനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ബില്ല് കൊണ്ടുവന്നവർ ഇന്ന് അതേ ഗവർണറുടെ കാൽക്കൽ ഫയലുമായി നിൽക്കുന്നത് കാണുമ്പോൾ ഇതിനെയാണോ നമ്മൾ നട്ടിലുള്ള രാഷ്ട്രീയം എന്ന് വിളിക്കേണ്ടത്? ഈ കസേര കളിക്കൊടുവിൽ യഥാർത്ഥത്തിൽ തോറ്റുപോയത് ആരാണ്? അത് ഏതെങ്കിലും വ്യക്തികളല്ല, മറിച്ച് ഈ നാട്ടിലെ ജനാധിപത്യ മൂല്യങ്ങളാണ്. നിയമസഭയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നോക്കുകുത്തിയാക്കി മാസങ്ങളോളം നീണ്ടുനിന്ന ഈ പോര് കേവലം ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടി അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. സർക്കാരിന്റെ പിടിവാശികൾ കാരണം മുടങ്ങിപ്പോയ സർവകലാശാല പ്രവർത്തനങ്ങൾക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്കും ആര് കണക്ക് പറയും? സർക്കാരിന്റെ പിടിവാശികൾ കാരണം മുടങ്ങിപ്പോയ സർവകലാശാല പ്രവർത്തനങ്ങൾക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പ്രതീക്ഷകൾക്കും ആര് കണക്ക് പറയും? വിപ്ലവവും പോരാട്ടവും വെറും പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കി പ്രായോഗിക രാഷ്ട്രീയത്തിൽ ലാഭനഷ്ടങ്ങൾ നോക്കി മാത്രം ചുവടുവെക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ഇന്ന് കേരളം കാണുന്നത്. ശരിയുടെ പക്ഷത്തല്ല, മറിച്ച് നിലനിൽപ്പിന്റെ പക്ഷത്താണ് തങ്ങളെന്ന് ഭരണാധികാരികൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച ആ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി പരിവേഷം ഈ ഒറ്റ സംഭവത്തോടെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് പിന്നിലെ കറുത്ത വശങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകം മലയാളികൾ കാണിക്കും. കാരണം വോട്ടർമാരെ വിഡ്ഢികളാക്കി ഇനിയും അധികകാലം മുന്നോട്ടു പോകാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. സിസ തോമസ് VC ആകുന്നു, മുഖ്യമന്ത്രി സമ്മതിക്കുന്നു, എല്ലാം ശുഭം. പക്ഷെ ഇത്രയും കാലം സർക്കാർ നടത്തിയ നാടകങ്ങൾക്കും പാഴാക്കിയ പൊതുജനങ്ങളുടെ പണത്തിനും ആര് മറുപടി പറയും? സുപ്രീം കോടതി ഈ ഒത്തുതീർപ്പിനെ കുറിച്ച് എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാണ്. കോടതിയെ മറികടന്ന് നടത്തിയ ഈ കച്ചവടം കോടതി പൊളിക്കുമോ? മുഖ്യമന്ത്രിയുടെ ഈ മനമാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.